JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 2025 അപൂർവമായ ഗ്രഹസംഗമം തന്നെയാണ്. അതായത് മീനൻ രാശിയിൽ 6 ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ധനു രാശിക്കാരായ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ 1-ാം പാദം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അതുപോലെ തന്നെ ധനു ലഗ്നത്തിൽ ജനിച്ചവരുടെയും ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നു. അതിനു മുമ്പായി ഒരു കമൻറ്റിനെ സംബന്ധിച്ചുള്ള മറുപടിയും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരുടെ വീഡിയോയിൽ സഹസ്ര കോടീശ്വരയോഗവും അതുപോലെ 500-300 വർഷങ്ങൾക്ക് ശേഷമുള്ള അനുഭവങ്ങളും എന്നൊക്കെ പറയുന്ന നല്ല കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ മാത്രം നെഗറ്റീവാണല്ലോ കൂടുതലും എന്നുള്ള ഒരു കമൻറ്റ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ആ കമൻ്റ് ഇട്ട ആളിന് അസ്ട്രോളജിയെ സംബന്ധിച്ചുള്ള വളരെ പരിമിതമായ അറിവ് പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഗ്രഹങ്ങളും നൽകുന്ന ഫലം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ഫലത്തിൽ നല്ല ഫലങ്ങളും അതുപോലെ നല്ലതല്ലാത്ത മോശമായ ഫലങ്ങളും ഉണ്ടാകും. അസ്ട്രോളജിയുടെ പേരിൽ ദിവസവും രാജയോഗം, കോടീശ്വരയോഗം, സഹസ്ര കോടീശ്വരയോഗം അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ധാരാളം വീഡിയോകൾ വരുന്നുണ്ട്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ രാവിലെ പ്രശ്നം വെച്ചപ്പോൾ കണ്ടതാണ്, ഇതൊരിക്കലും തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള വീഡിയോയും ധാരാളമായി ഉണ്ടാകുന്നു. ഇതൊക്കെ ധാരാളം പേര് കാണുന്നുമുണ്ട്. അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്താൽ പൂജയിൽ അതെല്ലാം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്, അല്ലെങ്കിൽ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞുള്ള പല വീഡിയോയും ഉണ്ട്. യഥാർത്ഥത്തിൽ പൂജ നടക്കാറുണ്ടോ, പൂജ കാണിക്കാറുണ്ടോ, പൂജയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം. അപ്പോൾ ഈ കമൻ്റ് ഇട്ടാലും ഈ നാളും പേരും ഒന്നും പൂജയിൽ വരില്ലെന്നും അങ്ങനെയുള്ള പൂജയൊന്നും ഇല്ലെന്നും ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്നും സാമാന്യപ്പെട്ട ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത സാധുക്കൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളും വിചാരിക്കും പേരും നാളും പറഞ്ഞാൽ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടല്ലോ, പേരും നാളും പറഞ്ഞാൽ അവരെന്തോ അങ്ങ് ചെയ്തുകളെ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പലരുടെയും വീഡിയോയിൽ കമൻ്റ് ഇടാൻ പറ്റില്ല, കാരണം അത് ഓഫ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് അബദ്ധമാണ്, അല്ലെങ്കിൽ അത് സത്യവുമായി ബന്ധമുള്ളതല്ല, അസ്ട്രോളജിയിലുള്ള കാര്യമല്ല എന്നൊരഭിപ്രായം തിരിച്ചു പറയണമെങ്കിൽ കമൻറ്റ് ഓൺ ചെയ്യണം. അതൊക്കെ ബുദ്ധിപൂർവ്വമാണ്. അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല, പറയുന്നത് കേൾക്കുക എന്നുള്ളത്. ചിലർ കമൻറ്റ് കാണും, ഈ കാണുന്ന കമൻറ്റിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരും നാളും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കും, ഈ നാളുകാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ പറയും, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും അസ്ട്രോളജിയുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടായിരിക്കത്തില്ലെന്നും അസ്ട്രോളജി ഒരു ശാസ്ത്രമാണെന്നും അത് അനേകം വർഷം പഠിച്ചെങ്കിലേ അതൊക്കെ തലയിൽ കയറത്തുള്ളെന്നും അത് ശരിയായിട്ടൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ കുറേ ബുദ്ധിമുട്ട് പഠിച്ചെങ്കിലേ പറ്റൂ എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയും. അതിൽ എന്തെങ്കിലും ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ദോഷമായിട്ടുണ്ടെങ്കിൽ അത് ഒരു കറയും ചേർക്കാതെ, ഒരു മയവും ചേർക്കാതെ അത് അതുപോലെ തന്നെ പറയും. അങ്ങനെ നെഗറ്റീവ് പറയുന്നത് കൊണ്ട് കാണാൻ ഇഷ്ടപ്പെടാത്തവർ കാണണ്ട എന്നുള്ളതേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. കാരണം അസ്ട്രോളജിയിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടാകും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ 2025 മീനം 15 മുതൽ 30 വരെ, അതായത് മാർച്ച് 29 മുതൽ ഏപ്രിൽ 13 വരെയുള്ള സമയത്ത് മീനൻ രാശിയിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു ഈ 6 ഗ്രഹങ്ങൾ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ധനു രാശിയുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ബന്ധുവാണ് സൂര്യനും ചന്ദ്രനും ചൊവ്വയും. ശനിയാണെങ്കിൽ സമനാണ്. ബുധനും ശുക്രനും വ്യാഴത്തിൻ്റെ ശത്രുവുമാണ്. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ ബന്ധുരാശിയിലാണെങ്കിലും 4-ാം ഭാവം എന്ന് പറയുന്നത് വേദസ്ഥാനമായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. മാതാവ്, വീട്ടിലുള്ളവർ, ബന്ധുക്കൾ, ഇങ്ങനെ 4-ാം ഭാവവുമായി ബന്ധപ്പെട്ട ആ ഭാവത്തിന് അത്ര നല്ല ഫലമല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും വീട്ടിലുള്ളവരും മാതാവിനുമൊക്കെ അത്ര സുഖകരമല്ലാത്ത മാനസികമായ അല്പം ക്ഷീണമോ അല്ലെങ്കിൽ അല്പം നീരസമോ വിഷമതയോ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സമയം കൂടിയാണ്. പിതാവിനും പിതൃതുല്യരായവർക്കും അത്ര നല്ല സമയമല്ല. മനോസുഖം കുറയും. വീട്, വാഹനം എന്നിവയ്ക്ക് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് അടയ്ക്കാൻ പറ്റാതെ വരും.
അതുപോലെ ചന്ദ്രനെ സംബന്ധിച്ച് പറയുമ്പോൾ മാതാവിനും ബന്ധുക്കൾക്കൊക്കെ മനോവിഷമുണ്ടാകും. അത് ചന്ദ്രൻ്റെ സ്ഥാനമെന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ദിവസമേ ഉള്ളൂ. ചന്ദ്രൻ ബലവാനുമല്ല, കടത്തോക കഴിഞ്ഞുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ബലഹീനനായ ചന്ദ്രനാണ് ഇവിടെ വരുന്നത്. ബുധനാണെങ്കിൽ നീചനായ ശത്രുക്ഷേത്രത്തിൽ വക്രഗതിയിലായതുകൊണ്ട് ഏപ്രിൽ 1 മൗഢ്യം അവസാനിക്കും. അത് ബന്ധുസഹായവും സുഹൃത്തുക്കളുടെ സഹായവും വിദ്യാഭ്യാസത്തിലെ പോരായ്മയും പരിഹരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത്. മാതാവുമായി ചെറിയ ഭിന്നതയൊക്കെ ഉണ്ടാകും. സർക്കാർ സംബന്ധമായി നമ്മൾ ചിന്തിക്കുമ്പോൾ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഗതാഗത വകുപ്പ്, അതുപോലെ മോട്ടോർ വാഹന വകുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് അവർ നേരിടുന്ന പലവിധ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഒരു ചെറിയ പരിഹാര നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കാനും അതിനൊക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ വീട് പണി സംബന്ധിച്ചുള്ള കാര്യം, 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വീടും വാഹനവും ഒക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വീട് പണിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുകയും ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ, മിക്കവാറും സാമ്പത്തിക പ്രശ്നമോ അതുപോലുള്ള വിഷമതകൾ കൊണ്ട് മുന്നോട്ട് തുടർന്നു പോകാൻ പറ്റാത്തവർക്കും അവർക്കൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം വരും. അപ്പോൾ തുടർന്നു പോകാനും സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളും മറ്റ് സഹായങ്ങളുമൊക്കെ ഉണ്ടാകാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് ഈ കാലയളവ്. പിന്നെ നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബുധൻ സംബന്ധിച്ച് പറയുമ്പോൾ അത് മൗഢ്യത്തിലായിരുന്നു, അതുപോലെ തന്നെ നീചരാശിയിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മൗഢ്യം കഴിഞ്ഞ് അതല്പം വക്രഗതിയൊക്കെ പ്രാപിച്ച് കുറച്ച് ഭേദമായി വരുന്ന അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ വക്രഗതിയിൽ ഗോചരഭാവത്തിലാണ്, അതായത് 4-ാം ഭാവം. 6 ഗ്രഹങ്ങളാണല്ലോ ധനുരാശിക്കാർക്ക് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 4-ാം ഭാവം കൊണ്ട് വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വീട് പണി പൂർത്തിയാക്കാനും അതൊന്ന് വൃത്തിയാക്കാനും മോടി പിടിപ്പിക്കാനും വീട്ടിൽ വേണ്ട വീട്ടുപകരണങ്ങളൊക്കെ, ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാനും അത് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കി വൃത്തിയാക്കി കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്ന തരത്തിൽ അത്തരത്തിലുള്ള ചില സന്തോഷവും അതുപോലെ തന്നെ മാതാവുമായിട്ടും മാതൃബന്ധത്തിലുള്ളവരുമായിട്ടൊക്കെ അല്പം അകൽച്ചയും ഒരു നീരസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി അവരുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനും സർക്കാർ സംബന്ധമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ആ ജോലിയിൽ കുറച്ചൊക്കെ പുരോഗതി ഉണ്ടാകാനും സാമ്പത്തികമായി കുറേ നേട്ടം ഉണ്ടാകാനും ഉന്നത നിലയിലുള്ള വ്യക്തികളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാനും ഒക്കെ കഴിയും. ഈ സാമ്പത്തികമായ നേട്ടമെന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഇത്രയും ഗ്രഹങ്ങളൊക്കെ 4-ാം ഭാവത്തിൽ വരുമ്പോൾ അതിൽ ഒരു പകുതിയിലധികം പേരും കൈക്കൂലിപ്രിയരായിരിക്കും. അപ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ശീലം, കാരണം ശുക്രൻ്റെ കൂടെയും ഈ 4-ാം ഭാവത്തിലെന്ന് പറഞ്ഞാൽ നല്ലവർ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സാമ്പത്തിക ലാഭം എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അതുപോലെ ഉന്നത നിലവാരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ സാധിക്കും. സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കാനും അതുപോലെ പഴയതിൽ നിന്ന് കുറേയൊക്കെ സന്തോഷവും കുടുംബത്തിലൊരു സമാധാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് വരുന്നത്. അത് സ്ത്രീകളുടെ സഹകരണം മൂലം പല കാര്യങ്ങളും സാധിക്കാനും അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്ന് പല ഗുണങ്ങളും ഉണ്ടാകാനുള്ള അവസരവും ഉണ്ടാകും. അതാണ് ശുക്രൻ. ജന്മരാശിയാധിപനായ വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ധനുരാശിയുടെ അധിപൻ വ്യാഴമാണല്ലോ, 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശാരീരികമായ ബലക്കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വരും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നേർവഴിക്ക് സാധിച്ചെടുക്കാൻ ഈശ്വരാധീനം പോരാ എന്ന് തോന്നും, അല്ലെങ്കിൽ ഈശ്വരാധീനം കുറവാണ് എന്ന്. അങ്ങനെ തോന്നാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ 6-ാം ഭാവത്തിലാണ്. ജാതകത്തിൽ ഒരു പക്ഷേ വ്യാഴം ബലവാന ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ദശാപഹാര കാലങ്ങളിലൊക്കെ ഇച്ചിരി മെച്ചപ്പെട്ടതൊക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്നിരുന്നാലും 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ പലതും ദൈവാധീനക്കുറവ് മൂലം തടസ്സങ്ങളും താമസവും ഒക്കെ നേരിടുന്നതായിട്ട് അനുഭവത്തിൽ നമുക്ക്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പൊതുവെ അലസതയും അതുപോലെ തന്നെ ഒരു മടിയും ഒക്കെ തോന്നുന്ന ഒരവസരം കൂടിയാണ് ഈ 6-ാം ഭാവത്തിലൊക്കെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ മറ്റൊരു വഴി കൂടി ചിന്തിക്കും. അതായത് കാര്യം സാധിക്കാൻ ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാമല്ലോ, എന്നാൽ പിന്നെ ഇച്ചിരി വളഞ്ഞ വഴിയായിക്കോട്ടെ. 6-ാം ഭാവത്തിലാണല്ലോ. അപ്പം ഈശ്വരവിശ്വാസത്തോട് അത്ര കണ്ട് വലിയ പ്രതിപത്തി ഒന്നും ഉണ്ടാകുന്ന സമയമല്ല. അപ്പം ആഭിചാര കർമ്മങ്ങൾ
നടത്തിയാൽ എന്താണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആഭിചാരകർമ്മങ്ങൾ നടത്തുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ പോകുമെന്നോ അല്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാം. ഒരു പക്ഷേ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ആശങ്കകളും വരാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും അതിന് ഒരു മനസ്സിനൊരു തൃപ്തിയും ഒരു സന്തോഷവും ഒന്നും ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നതും ഈ കാരണങ്ങളൊക്കെയാണ്. പിന്നെ ശുക്രനോടൊപ്പം ശനിയുണ്ട്. അത് ചില മാനസികമായ പൊരുത്തക്കേടുകളും ചില വിഷമതകളും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില കാര്യത്തിൽ ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ വരാം. കാരണം നിൻ്റെ കുറ്റം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പൊതുവെ വീട്ടിൽ ഐക്യക്കുറവ് സംഭവിക്കാം. കാരണം 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഒരു ഭാഗത്തു കൂടി വളരെ നല്ലതാണെങ്കിലും അവിടെ വേറെ കുറേ ഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചില മാനസികമായ പ്രയാസങ്ങളും ചില പൊരുത്തക്കേടുകളും, അതുപോലെ 7-ാം ഭാവത്തിലാണ് ചൊവ്വ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കലഹ സാധ്യതകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ മാതാവ് എല്ലാ കാര്യത്തിലും അങ്ങൊത്തു നിൽക്കും എന്നൊന്നുമല്ല. ചില കാര്യങ്ങളിലൊക്കെ വിമർശനവും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസവും ഒക്കെ സൂചിപ്പിച്ചെന്നും വരാം. അതുപോലെ മീനത്തിലെ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പം രോഗം, അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ വീട്ടിലുള്ളവർക്ക് വരാം. അലർജി, ഗ്യാസ്, കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനക്കുറവ്, അതുപോലെ അസിഡിറ്റി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വൈറസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ്. അതുപോലെ നടുവിനും കാലിനും ഒക്കെ ഒരു വേദന വരാം. 4-ലെ രാഹു സ്വാർത്ഥത കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒരു സമയമാണ്. സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ തോന്നും. അതിനുവേണ്ടി ബുദ്ധിപരമായി പെരുമാറുകയും ചെയ്യും. ഈ സ്വഭാവം മറ്റുള്ളവർക്ക് മനസ്സിലായി അല്പം അകന്ന് നിൽക്കുകയും ചെയ്യും. കാരണം കാര്യം കാണാൻ അവൾ ഏത് വേഷവും കിട്ടും, അല്ലെ അവൻ ഏത് വേഷവും കിട്ടും. അവൻ്റെ സ്വഭാവം നമുക്കറിയില്ലേ. കുറേ അടുപ്പം കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, എന്തോ കാര്യം സാധിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ പലർക്കും ഉണ്ടാകാം. അതുപോലെ വിദ്യാഭ്യാസപരമായി പല തടസ്സങ്ങളും വരും. പഠിത്തത്തിൽ അല്പം പിന്നോക്കാവസ്ഥ വരും, ശ്രദ്ധ കുറയും. അതൊക്കെയാണ് ഈ രാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യം. വിദ്യാഭ്യാസത്തെക്കാൾ മറ്റു പല കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ രാഹുവും ശുക്രനും ഒക്കെ ഒരു രാശി നിൽക്കുമ്പോൾ പ്രേമസംബന്ധമായ കാര്യങ്ങളിൽ ഈ സമയത്ത് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് യുവതിയുവാക്കളിലും ചെറുപ്പക്കാരിലുമൊക്കെ ഇത്തരം ചിന്താഗതികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ 3 വരെ മിഥുനൻ രാശിയിൽ 7-ാം ഭാവത്തിലും ഏപ്രിൽ 3 മുതൽ അഷ്ടമത്തിൽ കർക്കിടകൻ രാശിയിലുമായിട്ടാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ കർക്കിടകത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ നീചരാശിയാണ്. നീചരാശിയിൽ ചൊവ്വ നിന്നാലും അത് ബലവാനാണ് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ 7-ലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പ്രഗത്ഭനാണ്. അഭിപ്രായ വ്യത്യാസം വരുത്താം, തടസ്സം വരുത്താം, അതുപോലെ തന്നെ കലഹം ഉണ്ടാക്കാം. ദമ്പതിമാർ തമ്മിലും അതുപോലെ വീട്ടിലുള്ളവരുമായിട്ടൊക്കെ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു പോരാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടാക്കാൻ ഈ ചൊവ്വയ്ക്ക് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ കഴുത്ത്, തോള്, കയ്യ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗം. മേടൻ രാശി ശിരസ്, ഇടവൻ രാശി മുഖം, മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങൾ. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള വേദനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നൊമ്പലമോ നീരോ തൊണ്ടവേദനയോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വരാവുന്ന ഒരു സാഹചര്യം, ചെറിയ ചതവോ മുറിവോ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ധനു രാശിക്കാർക്ക് ബുധനും ശുക്രനും ഗുണം ചെയ്യും. എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞ പോലെ കുറേ പേര് ശത്രുക്കളായിട്ട് നിൽക്കുന്നു, കുറേ പേര് മിത്രങ്ങളായിട്ട് നിൽക്കുന്നു, മിത്രങ്ങളായിട്ട് നിൽക്കുന്നവരും ശത്രുവിൻ്റെ രാശി നിൽക്കുന്നു. അങ്ങനെ പലതരത്തിലൊരു ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. ജാതകത്തിലെ വ്യാഴവും ശനിയും ഒക്കെ അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചും ദശാവഹാരകാലം അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നവർക്കും ഇങ്ങനെ പല നെഗറ്റീവ് എന്ന് മുമ്പേ പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും കൂടുതലായിട്ട് ബാധിക്കത്തില്ല. മറിച്ച് സമയം മോശമാണ്, ഈ ശനിയും വ്യാഴവും ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹങ്ങളൊന്നും നമ്മുടെ ജാതകത്തിൽ അനുകൂലമായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ പല ദോഷങ്ങളും ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ പ്രശ്നം. അത് 7-ാം ഭാവത്തിലും അഷ്ടമഭാവത്തിലും ഒക്കെ ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, ദാമ്പത്യ ജീവിതത്തിന് പ്രശ്നമാണ്, വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ഒരു സമയമാണ്, തടസ്സമുണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ചൊവ്വയെ സംബന്ധിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുകയും അതുപോലെ സുബ്രഹ്മണ്യന്
പഞ്ചാമൃതം വഴിപാട് നടത്തിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം മിഥുനത്തിലെ ചൊവ്വ എന്ന് പറയുന്നത് ഓജരാശി ആയതുകൊണ്ട് അത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കും. കർക്കിടകത്തിൽ നീചരാശിയിൽ വരുന്ന ചൊവ്വയെ ഭദ്രകാളിയെ സൂചിപ്പിക്കുന്നതാണ്. അത് യുഗ്മരാശിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവനവൻ്റെ നാളിനോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമോ അതല്ലെങ്കിൽ ഷഷ്ടിക്കോ ഏതെങ്കിലും ദിവസം സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. അതുപോലെ ചൊവ്വാഴ്ച ദിവസവും നിങ്ങളുടെ നാൾ വരുന്ന ദിവസവും അല്ലെങ്കിൽ ഭരണി വരുന്ന ദിവസം, ഇതൊക്കെയാണല്ലോ ഭദ്രകാളിയുടെ നക്ഷത്രമാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ദിവസം നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പേരും നാളും പറഞ്ഞ് ഈ പറയുന്ന ധനുരാശിക്കൂറുകാരുടെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് വഴിപാടൊക്കെ നടത്തുന്നത് ഈ ദോഷഫലങ്ങൾ അല്പമൊക്കെ കുറയാനും അതനുസരിച്ച് ജീവിതത്തിന് കുറേ മാറ്റങ്ങളൊക്കെ വരാനും ദോഷം കുറഞ്ഞ് അതിൻ്റേതായ ഒരു സന്തോഷവും അതുമൊക്കെ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ ഏത് സ്വഭാവത്തിലാണ് മോശമായ അനുഭവം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്കതിന് പരിഹാരമായിട്ടുള്ള കാര്യങ്ങളും ആ സമയത്തെയും കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ നെഗറ്റീവൊക്കെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.